നമസ്കാരം. കണ്ണൂർ വളപട്ടണത്ത് പ്രമാദമായിട്ടുള്ള മോഷണ കേസ്. 1 കോടി രൂപയും 300 കിലോ സ്വർണവും. പോലീസ് സാഹസികമായ അന്വേഷണത്തിനൊടുവിൽ, ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടിച്ചിരിക്കുകയാണ്. അതിലെന്താണ് സവിശേഷത എന്നല്ലേ, നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ആഭ്യന്തര വകുപ്പ് എന്നൊന്ന് പറയുന്ന കേട്ടോ ഏതെങ്കിലും മാപ്രകൾ? കേരളത്തിലെ പോലീസ് സംവിധാനമാണ് ഇതിപ്പോ തെളിയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെല്ലാം വലിയ കയ്യടിയും പ്രശംസയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ മധുരം വിതരണം എല്ലാം അടുത്ത് ആഘോഷിച്ച് പോലീസിന് വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. ആ പ്രകീർത്തിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം കരുതലോടുകൂടി ആഭ്യന്തര വകുപ്പോ പിണറായി വിജയൻ എന്ന മന്ത്രിയുടെ പേരോ വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ശ്രദ്ധിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചാൽ ഉടനടി ആദ്യത്തെ വാർത്ത എന്തായിരിക്കും? ആഭ്യന്തര വകുപ്പിൽ ഗുരുതര വീഴ്ച, ആഭ്യന്തരമന്ത്രി പരാജയം. അങ്ങനെയല്ലേ വാർത്ത വരാറുള്ളത്? സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തെ തെറ്റ് ഉദ്യോഗസ്ഥന്റെ തെറ്റല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. അതെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഏത് വിഷയം എടുത്തു നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിന്റെ അന്വേഷണം വൈകുകയാണ്, ആഭ്യന്തര വകുപ്പ് കടുത്ത അലംഭാവം, ഇതായിരിക്കില്ലേ ആദ്യത്തെ ഹെഡ്ലൈൻ ആയിട്ട് വരുന്നത്? എന്തേ അതേ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ ഒരു പോലീസ് പ്രമാദമായ ഒരു കേസ് തെളിയിച്ചാൽ ആഭ്യന്തര വകുപ്പ് എന്ന വാക്കോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വാക്കോ ഒരിക്കലും ഉരിയാടാതെ പോകുന്നു, അല്ലെങ്കിൽ വിഴുങ്ങുന്നു? അതെല്ലാം ഉദ്യോഗസ്ഥർക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ മേന്മയാണ്. പക്ഷെ തെറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്താൽ അത് ഉദ്യോഗസ്ഥന്റെ പ്രശ്നമല്ല. ആ തെറ്റിന്റെ ഉത്തരവാദി പിണറായി വിജയനാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെയല്ലേ നടക്കുന്നത്? ആ ആചാരം നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടെന്നാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരും വിമർശനത്തിന് അതീതരാണെന്ന് ഒരു നിലപാടുമില്ല. പിണറായി വിജയനും വിമർശിക്കപ്പെടണം, മുഖ്യമന്ത്രിയും വിമർശിക്കപ്പെടണം, തെറ്റ് ചെയ്തവർ വിമർശിക്കപ്പെടുക തന്നെ വേണം. കാര്യം അങ്ങനെയാണല്ലോ തിരുത്തലുകൾ ഉണ്ടാകുക. പക്ഷെ തെറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തതെന്ന് വിമർശിക്കുന്നവർ അതേ ഡിപ്പാർട്ട്മെന്റിന്റെ വിജയഗാഥകളിലും അല്ലെങ്കിൽ നേട്ടങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് അത് ഈ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് പോകുന്നില്ല? അവർക്ക് കൂടി സ്വാഭാവികമായി അത് അർഹതപ്പെട്ടതല്ലേ? ആ ഉദ്യോഗസ്ഥരെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നൊക്കെ ഉറപ്പാക്കി അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടൊക്കെ തേടി കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ നടന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ജില്ല ആയതുകൊണ്ട് ആ കാര്യത്തിൽ വല്ലാത്ത താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു കേസ് തെളിയിക്കുമ്പോൾ അറിയാലോ, അഷ്റഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു അരി വ്യാപാരിയുടെ വീട്ടിലാണ് തൊട്ടടുത്ത് താമസിക്കുന്ന മാപ്രകളെ പോലുള്ള ഒരു ലിജീഷ്. എങ്ങനെ ആരൊക്കെ കണ്ടാ കുറ്റം പറയില്ല, കുറ്റം പറയാത്ത തരത്തിൽ വളരെ പാവമായിട്ടൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ കയ്യിരിപ്പ് എന്താണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? അതേ നിലവാരമാണ് നമ്മുടെ മാപ്രകൾക്കുള്ളത്. അതായത് എന്ത് കാര്യത്തിലും പതുങ്ങിയിരുന്ന് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് അറിയാലോ. ആ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കള്ളത്തരങ്ങൾ കൈയോടെ പിടിച്ച് നാട്ടുകാരെ കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ഉള്ളത്. ഒരു കണക്കിന് ഇപ്പോ ലിജീഷിനെ എങ്ങനെയാണോ പോലീസ് പിടിച്ചത്, അതുപോലെ ഇപ്പോ ഓൺലൈൻ മീഡിയയിൽ ഇരിക്കുന്നവർക്കെല്ലാം ഈ മാപ്രകൾ കാണിക്കുന്ന ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സ്വയം പ്രഖ്യാപിത പ്രതിപക്ഷമായിട്ടിരുന്നു കൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അവരുടെ ഉദ്ദേശം എന്താണ്? അതായത് അവർ പാടിത്തുരുമ്പിച്ചൊരു കഥയാണ് ഞങ്ങൾ പ്രതിപക്ഷമാണെന്ന്. നല്ലതിനെ നല്ലതെന്നോ നല്ലത് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക്, നിങ്ങൾ ഇന്നലകളിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ തലയിൽ ചാടി അതിനെ വിമർശിക്കാറുണ്ടെങ്കിൽ, അതേ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ഉദ്യോഗസ്ഥന് ക്രെഡിറ്റ് കൊടുക്കുകയും ആ ക്രെഡിറ്റിന് ഒരിക്കലും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് അർഹതയില്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഇരട്ടത്താപ്പില്ലേ? ആ ഇരട്ടത്താപ്പിനെ കുറിച്ച് ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമാദമായ കേസാണ്. കേരളത്തിലെ പോലീസ് എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ഈ പോലീസിന്റെ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നതാണല്ലോ, സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിക്കുന്നതാണല്ലോ. ആ നിലയ്ക്ക് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് അവരാണല്ലോ. അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് പ്രതിയെ കൈയോടെ പിടിച്ച്, അതായത് ഒരു സംശയവുമില്ലാതെ മാപ്രകളെ പോലെ തന്നെ താപ്പാനയായിട്ടിരുന്ന ലിജീഷിനെ കൈയോടെ പിടിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ കൃത്രിമത്വം നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തുകയും തെളിവടക്കം പിടിച്ചെടുക്കുമ്പോൾ ഇനിയിപ്പോ അതിനെ സംബന്ധിച്ച് മാപ്രകൾക്ക് ചർച്ചയില്ല. ചെയ്തതും കണ്ടെത്തിയതെല്ലാം മികവ് തന്നെയാണ്. ആ മികവിന്റെ ഒരു ഓഹരി ഒരിക്കലും പിണറായി വിജയനോ ആഭ്യന്തര വകുപ്പിലോ എത്താതിരിക്കാൻ അവർ നന്നേ പരിശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോ വീഴ്ച പറ്റിയിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥരാരും കുറ്റം പറയാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു വഴി ഉണ്ടാകാൻ പോകുന്നില്ല. പഴി മുഴുവൻ ആർക്കെത്തിയേനെ? അത് പിണറായി വിജയന്റെ തലയെ തന്നെ നമ്മൾ വെച്ച് ആഘോഷിച്ചേനെ. പക്ഷെ നിർഭാഗ്യവശാൽ ആ പ്രതികളെ കണ്ടെത്തിയപ്പോൾ അതിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലിനെ കുറിച്ച് ഒരു വാക്കുരിയാടാത്ത ആ കരുതൽ നിങ്ങൾ കണ്ടിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. വിവാദങ്ങൾ വരുന്ന വഴി എങ്ങനെയാണെന്ന്
ഈ ഉദാഹരണവും ഇനി ഒരു വിവാദം ഉണ്ടാകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത രണ്ട് കാര്യങ്ങളിൽ രണ്ട് നീതി നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും.